വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വളരെ പവിത്രമായ മാസത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമായ പരിശുദ്ധമായ ഷഹ്റു റജബ്. മഹാന്മാര് റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ ഷരീഫിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ്. നന്മകളെ കൊണ്ട്, നന്മയായ പ്രവർത്തനങ്ങളെ കൊണ്ട്, അതിൽ പ്രത്യേകിച്ച് റജബിന്റെ ആദ്യ രാവ്, അവ്വലു ലൈലത്തിൻ മിന റജബി ലാ യുറദ്ദു ഫിഹ ദുആ, മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. റജബിന്റെ ആദ്യ രാവ് അത് പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാവാണ്. നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ അനാസ്ഥ കൊണ്ട്, അലസത കൊണ്ട് ഈ ദിവസം, ഈ രാവ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. പരമാവധി ദിക്ർ, സ്വലാത്ത്, ദുആ കൊണ്ട് നാം ഈ ദിവസത്തെ മുതലെടുക്കണം. നമുക്കറിയാം, നമുക്ക് ചുറ്റും പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്ന രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ, ട്യൂമർ പോലത്തെ, പാർക്കിംഗ് സെൻസർ ഡിസോർഡർ പോലത്തെ പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് മനുഷ്യർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ചെറിയ പ്രായഭേദമന്യേ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, നാം ഓരോരുത്തരും റബ്ബിലേക്ക് മടങ്ങുക, തഖ്വയുള്ളവരാകുക, ഈമാനുള്ളവരാകുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്മയുള്ളവരായി, ഒരാളോടും വെറുപ്പ് വെക്കാതെ, ഒരാളോടും പിണങ്ങാതെ, നന്മയുള്ള സൽസ്വഭാവത്തിന്റെ ഉടമകളായി നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഏത് സമയത്താണ് മരണം നമ്മെ എടുത്തുകൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരണമാസന്നമാകുമ്പോൾ ധൈര്യസമേതം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ വളരെ സമാധാനത്തോടുകൂടി അന്തിമ വിജയം ലഭിച്ചവരായിക്കൊണ്ട് നമുക്ക് മരണത്തെ സ്വീകരിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലയളവിൽ ഒരാളെയും പ്രയാസപ്പെടുത്താതെ, ഒരാളോടും പണങ്ങി നിൽക്കാതെ, ഒരാളെയും വിഷമിപ്പിക്കാതെ നന്മയുള്ളവരായി ജീവിക്കണം. ആ നന്മയുള്ളവരായി ജീവിക്കാനും, നന്മ എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലായി കൊണ്ടുവരാനും ഏറ്റവും നല്ല അനുയോജ്യമായ സുവർണാവസരമാണ് പരിശുദ്ധ റജബ്. നാം അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റജബ് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മളെ ഒക്കപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നമ്മുടെ ഓരോ സമയവും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.